ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നമ്മുടെ നൂലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നൂലപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ നൂൽപുട്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് നമ്മൾ ഈ പാക്കറ്റ് പൊടി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു കുറച്ച് വെള്ളം, അത്യാവശ്യം വെള്ളം നമ്മൾ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം അതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് മസ്റ്റായിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ ഐറ്റം, നല്ല സോഫ്റ്റായി കിട്ടാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ട് തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക ജസ്റ്റ്. എന്നിട്ട് നമ്മൾ ആ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അത് നമ്മുടെ പാക്കറ്റ് പൊടിയാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം, നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളമല്ല, എന്നാൽ മീഡിയം ചൂടുള്ള ഒരു വെള്ളമാണ് കേട്ടോ. പറ്റ ചൂടില്ലാതെ ആവും ചെയ്യരുത് കേട്ടോ. ആ ഒരു വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതേ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 1/2 കപ്പ് വെള്ളം ഞാനിതേ കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് അളവ് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിത് 1.5 കപ്പ് തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചൂട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് അവിടെ കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ കൈ വെച്ചിട്ട്, മൊത്തത്തിൽ ചൂടാറാൻ പാടില്ല കേട്ടോ, ചെറിയൊരു ചൂട് ഉണ്ടാവണം നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ ഞാൻ കയ്യിലൊന്ന് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മാവ് എന്ന് പറയുന്നത് നമ്മൾ അധികം അങ്ങോട്ട് മസിൽ പിടിച്ച് കുഴപ്പമൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ. ഈ ഒരളവിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണയും കൂടി തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ. മാവ് ഇങ്ങനെ തന്നെ കിട്ടണേ. അതുപോലെ തന്നെ നമ്മൾ സേവനാഴിയിലേക്ക് അച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ ആദ്യം അച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക, വീണ്ടും കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ സേവനാഴിയിലേക്ക് മാവ് നിറച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു അച്ചും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേതായാലും കുഴപ്പമില്ല, ഒരു അച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിങ്ങനെ അതിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് പിഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മാവ് സേവനാഴിയുടെ മുകളിലേക്കായിട്ട്, അച്ചിൻ്റെ മുകളിലേക്കായിട്ട് മാവ് ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ വരാറുണ്ട്. ആ വരുന്നൊരു ബുദ്ധിമുട്ടും ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ അച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മൂടി, നമുക്ക് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മൂടി ഉണ്ടല്ലോ, ആ ഒരു മൂടി ഇതേ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ടും പറ്റും കേട്ടോ. മാവ് ഇങ്ങനെ നമ്മൾ സേവനാഴിയിൽ ഇങ്ങനെ കറക്കിയെടുക്കുന്ന ടൈമിൽ അധികം ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അധികം നമുക്ക് മസാല പിടിക്കേണ്ട ഒരു ആവശ്യവും വരില്ല കേട്ടോ. അപ്പോൾ ഞാനെന്നും ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇത് കണ്ടോ, മാവ് വളരെ കുറച്ച് മാവ് മാത്രമാണ് കേട്ടോ മുകളിലേക്ക് വന്നിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് അധികം മുകളിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കും കൂടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇതേ മാവൊക്കെ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ വെള്ളം ഒന്ന് ചൂടായതിൻ്റെ ശേഷം മാത്രം നമ്മൾ തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. കുറേ നേരം നമ്മൾ കിടന്ന് വേവിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നൂലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ പേരാണല്ലോ അല്ലേ. അങ്ങനെ ഞാനൊന്ന് ചൂടാറാനായിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇതേപോലെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, വേറെ സ്പൂണൊന്നും എടുക്കുന്നില്ല, കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ
പഞ്ഞി പോലത്തെ നൂലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.